ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നീ പറഞ്ഞിട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. കോടികൾ സമ്പാദ്യം, PKന്റെ സ്ഥാപനത്തെക്കാൾ വലിയ സ്ഥാപനം, അത് ഇത് ഒറ്റ കൺസൈൻമെന്റിലൂടെ നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ പോകുന്ന കോടികളുടെ കണക്ക് എനിക്ക് പറഞ്ഞെന്നാ നീയാ. എന്നിട്ട് ഇപ്പൊ പറയാ ചരക്കയക്കാൻ പറ്റിയില്ലെന്ന്. എടാ, നീ എന്ത് വിചാരിച്ചാലും ആ ഗാർമെന്റ്സിൽ നടക്കും. അവിടെ കയറി പറ്റിയത് നിന്റെ മിടുക്ക് തന്നെയാ, സമ്മതിക്കുന്നു. എന്നിട്ട് നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന മണ്ടന്മാരെ ലേബേഴ്സിന്റെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ നിനക്ക് വെറും ഡയലോഗി മാത്രമല്ലേ അറിയൂ. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നല്ലേ അർത്ഥം. ഗാർമെന്റ്സിൽ നിന്ന് പുറത്തു പോകുന്ന കൺസൈൻമെന്റിലെ ഈ ഒന്നിനും കൊള്ളാത്തവൻ ചരക്ക് തിരികെ കയറ്റിയതിന്റെ ഗുണം കൊണ്ടാ നിന്റെ കയ്യിൽ 10 കാശ് വന്നത്. നീ ലക്ഷറി കാറിൽ ഇപ്പൊ പരക്കം പായുന്നില്ലേ? അത് നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് സമ്പാദിച്ചതൊന്നുമല്ല. ഈ അരവിന്ദ് ബുദ്ധി ഉപയോഗിച്ച് സമ്പാദിച്ചതിന്റെ പങ്ക് പറ്റിയ കാശാ നിന്റെ ആസ്തി. അതൊന്നും മറന്നു പോകരുത് ജി. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നല്ലടാ. ഇത് നമ്മുടെ അവസാനത്തെ പിടിവിളിയായിരുന്നില്ലേ? ഇതെങ്കിലും സക്സസ് ആവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. കയ്യിൽ വന്നു ചേരാൻ പോകുന്ന കോടികളുടെ കണക്ക് നീ പറയും കൂടെ ചെയ്തപ്പോ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോകും. ഞാൻ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആണെന്ന് അറിയുമ്പോ ആർക്കായാലും നിരാശ ഉണ്ടാവില്ലേ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. അരവിന്ദിന്റെ പിടിപ്പുകേട് കൊണ്ട് തോറ്റുപോയതല്ല, കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത 3 പേരും കൂടി എന്നെ തോപ്പിച്ചതാ. അല്ല, അവരെന്ത് ചെയ്തെന്നാ? പറഞ്ഞു കൊടുക്ക്. തുണികളിൽ ചരക്കൊളിപ്പിക്കാൻ വന്നിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് പറഞ്ഞു കൊടുക്ക്. ഇവരുടെ ആരെയും കള്ളും കുപ്പിയാണെന്ന് ഞാൻ അറിഞ്ഞോ? അവിടെ ഇരുന്ന് കള്ളു കുടിച്ചതും പോരാഞ്ഞിട്ട് ആ പാർവതിയില്ലേ, നമ്മളെ തൊലച്ചു കളഞ്ഞവള്, അവളോട് ഇവര് മോശമായി പെരുമാറിയെന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ടാ പ്രിയനെ ഇവരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കേണ്ടിരുന്നത്. നമ്മുടെ പ്ലാൻ മൊത്തം നശിപ്പിച്ചത് ഈ 3 എണ്ണം കൂടിയാ. 4 എണ്ണം കൊടുത്ത് പറഞ്ഞു വിടറാ എല്ലാത്തിനെ. വേണ്ട, യുവമാർക്ക് കൊടുക്കേണ്ടത് ആ പ്രിയൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളും കൂടി കൈവയ്ക്കണ്ട. പെട്ടെന്ന് വിളിച്ചാ എന്തിനേതിനാന്ന് ചോദിക്കാണ്ട് ഓടി വരുന്നവരാ. അവനെ ഞങ്ങൾ നോട്ടം വെച്ചിട്ടുണ്ട്. അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾ ഞൊട്ടും.